അവര് ആ വാദമൊന്നും അവര് ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് നിർത്താൻ വെമ്പൽ കൊള്ളുന്ന UDF-ന്റെ നേതാക്കൾ കുറഞ്ഞപക്ഷം സ്വന്തം പാളയത്തിലെ ചിലരുടെ വാക്കുകളെങ്കിലും കേൾക്കുന്നത് നല്ലതായിരിക്കും. VD സതീശനും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ ഗ്യാസ് കുറ്റിക്ക് കേരളമാകെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ആശയങ്ങളും എഴുത്തും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതരാഷ്ട്രവാദത്തിൽ RSS-നോളം തന്നെ അപകടകാരിയായ ഈ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് VD സതീശൻ പറഞ്ഞത് അവർ ഇപ്പോൾ ജനാധിപത്യവാദികളായെന്നാണ്. അതിനെ കുറെ കൂടി വ്യക്തമായി പൊളിച്ചെഴുതുന്നത് അദ്ദേഹത്തിന്റെ ക്യാമ്പിലെ MK മുനീറാണ്. മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അവരുടെ മതരാഷ്ട്രവാദ സിദ്ധാന്തം പറയുന്ന പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതെന്ന് മുനീർ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും ഒന്നാകാൻ പറ്റില്ല. ആ ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നും ഞങ്ങൾ ശക്തമായി അവരുടെ ഐഡിയോളജിയെ എതിർക്കാൻ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞാൻ പറയുന്നു, അവരുടെ ഐഡിയോളജിയെ ഞങ്ങൾ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന്. ആ ഐഡിയോളജി ഞങ്ങളുടെ ഐഡിയോളജിയും ചേർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ലീഗും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ ആവശ്യമില്ലല്ലോ. പല സ്ഥലത്തും ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്ന് എഴുതിയിട്ടുള്ള സാഹിത്യങ്ങൾ അതിപ്പോഴും വിപണിയിലുണ്ട്. ജനാധിപത്യത്തിന്റെ പ്രച്ഛന്നവേഷം കെട്ടി വെൽഫെയർ പാർട്ടിയുടെ രൂപത്തിലെത്തുന്ന ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചില്ലെന്നതിന്റെ പ്രത്യക്ഷ സൂചനയാണിത്. ഇവിടെ മുനീറടക്കം പ്രതിപാദിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന ശീർഷകത്തിൽ ആദ്യവും മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം ഒരു താത്വിക വിശകലനം എന്ന് പിന്നീടും പ്രസിദ്ധീകരിച്ച പുസ്തകത്തെക്കുറിച്ചാണ്. ഇതെഴുതിയിരിക്കുന്നത് അവരുടെ ആചാര്യനായ മൗദൂദിയാണ്. ഈ പുസ്തകത്തിന്റെ പേരുമാറ്റം തന്നെ കാരണം അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളായിരുന്നു. 2018 കാലത്ത് പ്രബോധനത്തിലെ ഒരു ലേഖനത്തിലെ തങ്ങൾ മൗദൂദിയല്ല മറിച്ച് ഖുറാനിയാണ് പിന്തുടരുന്ന അന്നത്തെ ജമാഅത്തെ അമീറിന്റെ ലേഖനമാണ് ജമാഅത്തുകൾ തീവ്ര ആശയം കൈവെടിഞ്ഞെന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. എന്നിട്ടും 2021 മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം ഒരു താത്വിക വിശകലനം എന്ന പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ച് വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടു. അവരുടെ മതരാഷ്ട്രവാദ ആശയങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. ഈ പുസ്തകത്തിൽ മൂലസിദ്ധാന്തങ്ങളിലൊന്ന് വളച്ചുകെട്ടില്ലാതെ പ്രസ്താവിക്കുന്നുണ്ട്. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഇമാമിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ ഇതിന്റെ മുൻപിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുറാനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹക്കൊടി ഉയർത്തലായിരിക്കും എന്നാണ് മൗദൂദി ആഹ്വാനം ചെയ്തത്. പാശ്ചാത്യ ദർശനങ്ങൾ എന്ന നിലയ്ക്കാണ് മൗദൂദിയും ജമാഅത്തെ ഇസ്ലാമിയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും നിരാകരിച്ചത്. അതിനെ ഭദ്രമായി മൂടിയാണ് ഇപ്പോൾ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണണമെങ്കിൽ പരമാധികാരമുള്ള ഭരണപീഠത്തിൽ അതിനെ ഇരുത്തണമെന്നും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ ദീനും ദുനിയാവും അഭിന്നമല്ലെന്നും ഒരു ഭരണവ്യവസ്ഥയുടെ സങ്കല്പത്തോടുകൂടിയില്ലാതെ മുസ്ലിം സമൂഹത്തെ ഇസ്ലാം വിഭാവനം ചെയ്യുന്നില്ലെന്നും ഒക്കെയുള്ള മൗദൂദിയുടെ വചനങ്ങളിലാണ് ജമാഅത്തെ ഇസ്ലാമി എക്കാലത്ത് പുളകം കൊണ്ടത്, ഇപ്പോഴും പുളകം കൊള്ളുന്നതും. VD സതീശനെ പോലുള്ളവർ അധികാരത്തിനു വേണ്ടി സ്വന്തം ആശയങ്ങളടക്കം പണയം വെച്ച് കാലുപിടിക്കുന്നത് ഈ മതരാഷ്ട്രവാദികളുടേതാണ്. ഇത് വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന പ്രവർത്തനം മാത്രമാണ്. എതിർക്കണം, എതിർക്കപ്പെട്ടേ പറ്റൂ.